ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ओम शांति। ശുഭാഭയാത് है। മുരളി ഡേറ്റ് 29/5/24। मीठे बच्चे याद से याद मिलते हैं। അതരമായ കുട്ടികളെ ഓർമ്മയിലൂടെ ഓർമ്മ കിട്ടും. जो बच्चे प्यार से बाबा को याद करते उनके कशिश बाप को भी होते हैं. ഏത് കുട്ടികളാണോ സ്നേഹത്തോട് ബാബയെ ഓർമ്മിക്കുന്നു അവരുടെ ആകർഷണം ബാബയ്ക്ക് ഉണ്ടാകും. ഓർമ്മയിലൂടെ ഓർമ്മ കിട്ടും. ആരാണോ ഏത് കുട്ടികളാണോ സ്നേഹത്തോട് ബാബയെ ഓർമ്മിക്കുന്നോ അവരുടെ ആകർഷണം ബാബയ്ക്ക് ഉണ്ടാകും. प्रश्न, तुम्हारे परिपक्व अवस्था की निशानी क्या है? उस अवस्था को पाने का पुरुषार्थ सुनाओ. ചോദ്യം, നിങ്ങളുടെ പരിപക്വ അവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്താണ്?
ആ അവസ്ഥയെ നേടാനുള്ള പുരുഷാർത്ഥം എന്താണ്? പരിപക്വ അവസ്ഥയുടെ ലക്ഷണങ്ങളും അതിനുള്ള പുരുഷാർത്ഥം എന്തായിരിക്കും? പരിപക്വ അവസ്ഥയുടെ ലക്ഷണം എല്ലാത്തിനും ഡിറ്റാച്ച് ആവും, പൂർണ്ണ ദേഹി അഭിമാനികളായിരിക്കും. അതിനുള്ള പുരുഷാർത്ഥം अशरीरियावा निरंतर ओर्मा. अच्छा उत्तर, जब तुम बच्चों की परिपक्व अवस्था होगी तो सब कर्म इंद्रिय शीतल हो जाएगी. ഉത്തരം, എപ്പോഴാണ് നിങ്ങൾ കുട്ടികളുടെ പരിപക്വ അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ സർവകർമ്മ ഇന്ദ്രിയങ്ങളും ശീതലമാകും. कर्म इंद्रियों से कोई उल्टा कर्म नहीं होगा. കർമ്മ ഇന്ദ്രിയത്തിലൂടെ യാതൊരു തരത്തിലുള്ള മോശമായ കർമ്മ, അതായത് വിരുദ്ധമായ കർമ്മകൾ ഉണ്ടാവില്ല. അവസ്ഥ അചൽ അഡോൽ ബൻ ജായെങ്കി, സ്ഥിതി അചഞ്ചലവും ദൃഢമായി മാറും. इस समय की अडोल अवस्था से 21 जन्म के लिए कर्म इंद्रिय वश हो जाएगी. ഈ സമയത്തിൻ്റെ ദൃഢമായ അവസ്ഥ കൊണ്ട് 21 ജന്മ വരെ കർമ്മ ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്തിലായിരിക്കും. उस अवस्था को पाने के लिए अपनी जांच रखनी है. ആ അവസ്ഥയെ നേടാൻ വേണ്ടി അവനവനെ പരിശോധിക്കണം. നോട്ട് करने से सावधान रहेंगे. നോട്ട് ചെയ്താൽ ശ്രദ്ധയുണ്ടാകും. योग बल से ही कर्म इंद्रियों को वश करना. യോഗ ശക്തിയിലൂടെ തന്നെയാണ് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കണം. യോഗ ശക്തിയിലൂടെ തന്നെയാണ് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കണം. योग ही तुम्हारे अवस्था को परिपक्व बनाएगा. യോഗ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥയെ പരിപക്വമാക്കൂ. അതുകൊണ്ട് നമ്മുടെ പരിപക്വ അവസ്ഥയുടെ ലക്ഷണം എന്താ? എപ്പോഴാണ് ഞങ്ങൾ കുട്ടികൾ പരിപക്വ അവസ്ഥയിൽ വരുന്നോ അപ്പോൾ നമ്മുടെ സർവ്വ കർമ്മ ഇന്ദ്രിയങ്ങളും ശീതലമാകും. കർമ്മ ഇന്ദ്രിയത്തിലൂടെ യാതൊരു വിരുദ്ധമായ മോശമായ കർമ്മങ്ങൾ ഉണ്ടാവില്ല. അവസ്ഥ അചഞ്ചലവും ദൃഢമായിരിക്കും. ഈ സമയത്തിൻ്റെ ദൃഢമായ അവസ്ഥ, അതായത് അടോലവസ്ഥ, ഉറച്ച അവസ്ഥ 21 ജന്മത്തേക്ക് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കും. ഈ അവസ്ഥയെ നേടാൻ വേണ്ടി അവനവനെ പരിശോധിക്കണം. നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടാവും. യോഗശക്തിയിലൂടെ തന്നെയാണ് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കുക. യോഗയിലൂടെ തന്നെ നിങ്ങളുടെ അവസ്ഥ പരിപക്വ അവസ്ഥ. എത്ര യോഗ ചെയ്യുന്നോ അതനുസരിച്ച് അവസ്ഥ പക്കായിക്കൊണ്ടേയിരിക്കും. ജ്ഞാനം മാത്രമല്ല, ജ്ഞാനത്തിൻ്റെ ഒപ്പം യോഗശക്തി കൂടി വേണം. ഓം ശാന്തി. ये है याद की यात्रा. സബി ബच्चे ഇസ് യാത്ര पर रहते हैं. ഇത് ഓർമ്മയുടെ യാത്രയാണ്. എല്ലാ കുട്ടികളും സദാ യാത്രയിലിരിക്കും. ഓർമ്മയുടെ യാത്ര എല്ലാവരും ചെയ്യും. सिर्फ तुम यहाँ नज़दीक में हो. जो जो जहाँ भी हो पाप को याद करते तो वो ऑटोमेटिकली नज़दीक आ जाते. ഇവിടെ ബാബയുടെ എല്ലാവരും ബാബയുടെ അടുത്താണ്. പക്ഷെ ബാബയുടെ അടുത്ത് എപ്പോഴാണ് പോവുക? എത്രത്തോളം നമ്മൾ എവിടെ ഇരുന്നാലും ബാബയെ ഓർമ്മിക്കണം.
എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബാബയുടെ അടുത്ത് വരും. जैसे चंद्रमा के आगे कोई सितारे बहुत नज़दीक होते, कोई बहुत चमकते हैं, कोई नज़दीक कोई दूर भी होते हैं. എങ്ങനെയാണ് ആകാശത്തിൽ ചന്ദ്രൻ്റെ അടുത്ത് ചില നക്ഷത്രങ്ങളുണ്ടാവും. ചിലത് നന്നായിട്ട് തിളങ്ങുന്നതായിരിക്കും, ചിലത് അടുത്തായിരിക്കും, ചിലത് ദൂരായിരിക്കും. देखने में आता है स्टार बहुत चमकता है. നമുക്ക് കാണാം ആകാശത്തിൽ ഈ നക്ഷത്രം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. ये बहुत नज़दीक है, ये तो चमकता ही नहीं. ചിലവർ അടുത്താണ് ചില നക്ഷത്രം, പക്ഷെ തിളക്കമില്ല. ചില നക്ഷത്രങ്ങൾ ദൂരെയാണെങ്കിൽ നല്ല തിളക്കമുണ്ട്, ചന്ദ്രന് ദൂരെ ഉണ്ടെങ്കിൽ. ചില നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ അടുത്തായിട്ട് തിളക്കമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ചില കുട്ടികൾ ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് അവർ പുരുഷാർത്ഥം ചെയ്യുന്നു, ചിലപ്പോൾ അവർക്ക് നല്ല തിളക്കമുണ്ടാവും. ചിലവർ ബാബയുടെ അടുത്ത് തന്നെ ആയിരിക്കും എപ്പോഴും, പക്ഷെ അതിൽ തിളക്കമുണ്ടാവില്ല. അതാണ് ബാബ പറയുക ആകാശത്തുള്ള നക്ഷത്രം ഈ ഭൂമിയിലുള്ള നക്ഷത്രങ്ങൾക്കുള്ള വ്യത്യാസം. തുമാരാ ഭി ഗായൻ ഹേ തും ഹോ ജ്ഞാൻ ഓർ യോഗ കെ സിതാരെ. അതുകൊണ്ട് നമുക്ക് മഹിമയുണ്ട്, നമ്മളൊക്കെ ജ്ഞാന യോഗയുടെ നക്ഷത്രങ്ങളാണ്. ജ്ഞാന സൂര്യ മിൽത്താ ഹേ ബച്ചോं को, ബാപ്പ് ബച്ചോं को ही याद करते हैं. അതുകൊണ്ട് ജ്ഞാനസൂര്യൻ കുട്ടികൾക്ക് കിട്ടിയിരിക്കുകയാണ്. അച്ഛനും മക്കളെ ഓർമ്മിക്കും. ജോ സർവീസേബിൾ ബച്ചേ, എല്ലാവരെയും ബാബ ഓർമ്മിക്കില്ല. ആരെ ഓർമ്മിക്കും? സർവീസേബിൾ ആയ കുട്ടികളെ ബാബ ഓർമ്മിക്കും. जहाँ जहाँ ऐसे ऐसे सर्विसेबल बच्चे हैं तो ज्ञान सूर्य बाप भी उन्हों को याद करते. എവിടെയൊക്കെ സർവീസേബിൾ ആയിരിക്കുന്ന കുട്ടികളുണ്ട് അവരെ ജ്ഞാനസൂര്യനായ ബാബ ഓർമ്മിക്കും. ബच्चे भी याद करते, जो बच्चे याद नहीं करते, ബട്ട് കുട്ടികൾ ബാബയെ ഓർമ്മിക്കും. ബാബയെ കുട്ടികൾ ഓർമ്മിക്കും. അതുകൊണ്ട് ആരും ഓർമ്മിക്കുന്നില്ല. ജോ ബच्चे യാദ് നഹി കർത്തെ, ഏത് കുട്ടികളാണോ ബാബയെ ഓർമ്മിക്കുന്നില്ല ഉनको ബാപ്പ് भी യാദ് നഹി കർത്തെ, അവരെ ബാബ ഓർമ്മിക്കുന്നില്ല. യാദ് സെ യാദ് മിൽത്താന്നല്ലേ, ഓർമ്മിച്ചാൽ ഓർമ്മ കിട്ടും. അപ്പോൾ ആരാണോ ബാബയെ ഓർമ്മിക്കുന്നില്ല അവരെ ബാബ ഓർമ്മിക്കുന്നില്ല. ഉनको ബാപ്പ് की याद भी नहीं पहुंचता है. ചിലപ്പോൾ ബാബ ഓർമ്മിക്കുന്നുണ്ടാവും, പക്ഷെ കുട്ടികൾക്കത് ആ ഓർമ്മ എത്തുന്നില്ല. याद से याद ज़रूर मिलती है, बच्चों को भी याद करना. बच्चे पूछते बाबा आप हमको याद करते हैं. ഓർമ്മയിലൂടെ ഓർമ്മ തീർച്ചയായി കിട്ടും. കുട്ടികൾ ബാബയെ ഓർമ്മിക്കൂ. അപ്പം ചില കുട്ടികൾ ബാബയോട് ചോദിക്കും, ബാബ അങ്ങ് എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ബാബ കേത്തെ ക്യൂ നഹി. ബാബ എന്ത് പറയും? എന്തുകൊണ്ടില്ല? നിങ്ങൾ ഓർമ്മിച്ചാൽ ഞാൻ ഓർമ്മിക്കും, നിങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിൽ ഞാൻ ഓർമ്മിക്കില്ല. इस रीति बाप क्यों नहीं याद करते हैं? इस रीति क्यों नहीं याद करते? നിങ്ങൾ ഓർമ്മിച്ചാൽ ഞാൻ ഓർമ്മിക്കും. ഈ രീതിയിൽ ബാബ എന്തുകൊണ്ടാണ് നിങ്ങളെ ഓർക്കാൻ കഴിയാത്തത്? जो जास्ती पवित्र हैं और बाप से पूरा प्यार है तो कशिश भी ऐसे करते हैं. ഏത് കുട്ടികളാണോ കൂടുതൽ പവിത്രായിരിക്കോ, ബാബയെ വളരെയധികം സ്നേഹിക്കോ, അവർക്ക് ആകർഷണയും കൂടുതലുണ്ടാവും. हर एक अपने से पूछे कि हम कहाँ तक बाबा को याद करते. നിങ്ങൾ ബാബയെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബാബയുടെ ഓരോരുത്തരും അവനോട് മനസ്സിനോട് ചോദിക്കുക, ഞാൻ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ഏക കെ യാദ് മേ രഹനെ സെ ഫിർ ഈ പുറാനി ദുനിയ ബോൽ ജാത്തെ. ഒരു ബാബയെ നിങ്ങൾ ഓർമ്മിച്ചാൽ ഈ പഴയ ലോകത്തെ നിങ്ങൾ മറക്കും. ബാപ് കോ ഹി യാദ് കർത്തെ കർത്തെ ജാക്കർ മിൽത്തെ ഹെ. ബാബയെ നമ്മൾ കാണും, ബാബയെ ഓർമ്മിച്ച് ഓർമ്മിച്ച് ബാബയെ കാണും. अब मिलने का समय आया हुआ, ड्रामा का राज भी बाप ने समझाया. बाप आते हैं, आकर बच्चों को अपना रूहानी बच्चा बनाते हैं. ഇപ്പോൾ നമുക്ക് ബാബയെ കാണാനുള്ള സമയമായിരിക്കുന്നു. ഡ്രാമയുടെ രഹസ്യമാണ് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബാപ്പ് ആത്തേ ഹേ ആക്കർ ബച്ചോं को अपना रूहानी बच्चा बनाते. ബാബയുടെ വരൂ, ബാബയുടെ ഇവിടെ വന്ന് നമ്മളെ ആത്മീയ മക്കളാക്കി മാറ്റും. പതി സെ പാവൻ കൈസേ ബനോ സോ സിക്കലാത്തെ. എങ്ങനെയുള്ള പതീതറിന് പാവനരാകണം അതോ ബാബ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ബാപ് തോ ഏകീ ഹേ ഉൻകോ ഹി സബ് യാദ് കർത്തെ. ബാബ ഒന്നേയുള്ള, അച്ഛൻ ഒന്നേയുള്ള, അവരെയാണ് എല്ലാവരും ഓർമ്മിക്കും. परंतु याद सबको नंबरवार अपने अपने पुरुषार्थ अनुसार मिलती है. എല്ലാവരും ഓർമ്മിക്കും, പക്ഷേ ആ ഓർമ്മ നമുക്കിവിടെ കിട്ടുന്നത് അവനവൻ്റെ പുരുഷാർത്ഥ അനുസരിച്ചാണ് നമുക്ക് കിട്ടുക. जितना बहुत याद करेंगे वो नज़दीक सामने खड़े हैं.
ആറ് കൂടുതൽ ബാബയെ ഓർമ്മിക്കുന്നോ ഒരു എപ്പോഴും ബാബയുടെ അടുത്ത് ബാബയുടെ മുന്നിൽ അവർ നിൽക്കും. കർമാതീത അവസ്ഥ ബി ഐസേ ഹൊനി ഹെ. അതേപോലെ നമ്മുടെ കർമാതീത അവസ്ഥ അങ്ങനെ ഉണ്ടാവണം. ജിത്തന യാദ് കരേങ്കെ കർമ്മേന്ദ്രിയ ചഞ്ചൽ നഹി ഹോഗ. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നോ അത്രയും നമ്മുടെ കർമ്മേന്ദ്രിയകൾ ചഞ്ചലാവില്ല. കർമ്മേന്ദ്രിയ ചഞ്ചൽ ബഹുത് ഹോത്തെ ഹെന ഇസ്കോ ഹി മായ കഹ ജാത. ചിലപ്പോൾ കർമ്മേന്ദ്രിയകൾ ചഞ്ചലാവും, അതിനെ കൂടി ബാബ എന്താ പറയുക? മായേ എന്നാണ് ബാബ പറയുക. കർമ്മ ഇന്ദ്രിയസെ കുച്ച് ബി ഖരാബ് കർമ്മ നാ ഹോ. ഈ കർമ്മ ഇന്ദ്രിയത്തിലൂടെ ഒരു തരത്തിലുള്ള മോശമായ കർമ്മകൾ ഉണ്ടാവരുത്. യഹ യോഗ ബലസെ കർമ്മ ഇന്ദ്രിയോം കോ വശകരണ. ഇവിടെ യോഗശക്തിയിലൂടെയാണ് നമ്മൾ കർമ്മ ഇന്ദ്രിയെ വശത്താക്കണം. वो लोग तो दवाइयाँ से वश करते बच्चे कहते हैं. കലിയുഗത്തിലുള്ളത് സന്യാസിമാർ അവരൊക്കെ മരുന്ന് കഴിച്ചിട്ട് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കും. നമുക്കുള്ള മരുന്ന് ഏതാ? യോഗശക്തി. അല്ലാതെ നമുക്ക് സ്ഥൂല മരുന്ന് കഴിച്ചിട്ട് നമുക്കൊന്ന് കർമ്മ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യും? കർമ്മ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവരെന്ത് ചെയ്യും? മരുന്നുകളിലൂടെ മരുന്ന് കഴിച്ചിട്ട് അവർ വശത്താക്കും. ബच्चे कहते ബാബ ये क्यों नहीं वश होते. അപ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കും, ബാബ ഈ എൻ്റെ കർമ്മ ഇന്ദ്രിയ ഉണ്ടല്ലോ ഇത് എന്തുകൊണ്ട് എൻ്റെ വശത്ത് വരാത്തത്? ബാബ कहते ബാബയോട് ചോദിക്കും, ബാബ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ കർമ്മ ഇന്ദ്രിയകളെ നിയന്ത്രിക്കണം എന്ന്, പക്ഷേ എൻ്റെ കർമ്മ ഇന്ദ്രിയകളെ എൻ്റെ നിയന്ത്രണത്തിൽ വരില്ല. എന്താ കാരണം? तो ബാബ क्या कहते. അപ്പോൾ ബാബ എന്ത് പറയും? याद करेंगे जितना याद करेंगे उतना कर्म इंद्रिय वश होते जाते. എത്ര നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നോ അതനുസരിച്ച് നിങ്ങളുടെ കർമ്മ ഇന്ദ്രിയ നിങ്ങളെ വശത്താവും. അല്ലാതെ ബാബ നമുക്ക് അതിനുള്ള മരുന്നൊന്നും തരില്ല. പക്ഷെ എന്ത് ചെയ്യണം? യോഗ ചെയ്യണം. എത്ര ഓർമ്മിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ കർമ്മ ഇന്ദ്രിയകളെ നമ്മൾ വശത്താക്കാം. ഇസ്കോ കഹാ ജാതാ ഹെ കർമാതീത അവസ്ഥ. ഇതിൻ്റെ പേരാണ് കർമാതീത അവസ്ഥ. ये सिर्फ याद की यात्रा से ही होते हैं. ഇത് കേവല ഓർമ്മയുടെ യാത്രയിലൂടെ ഉണ്ടാവും. इसलिए भारत का प्राचीन राजयोग गाया हो. അതുകൊണ്ടാണ് ഈ ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗ എന്ന മഹിമയുള്ളത്. സോ തോ ഭഗവാൻ ഹി സിഖലായേഗ. ഈ രാജയോഗ ആരെ പഠിപ്പിക്കുക? ഭഗവാൻ തന്നെയാണ് പഠിപ്പിക്കുക. അപ്പനെ ബച്ചോങ്കോ ആര് പഠിപ്പിക്കും? ആർക്ക് പഠിപ്പിക്കും? ഭഗവാൻ സ്വന്തം മക്കളെയാണ് പഠിപ്പിക്കുക. तुम्हें इन विकारी कर्म इंद्रियों पर योग बल से जीत पाने का पुरुषार्थ कर. നമുക്ക് ഈ വികാരി കർമ്മ ഇന്ദ്രിയകളെ നമ്മുടെ വശത്താക്കാൻ അഥവാ ഞങ്ങളതിനെ ജയിക്കാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്യണോ. യോഗ ബലസെ ജീത്ത് പാനേക്ക. യോഗശക്തിയിലൂടെ ജയിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സമ്പൂർണ്ണ പിച്ചാടിമേ ഹോക. പക്ഷെ അത് എപ്പോഴാണ് ഉണ്ടാവുക? സമ്പൂർണ്ണത അവസാനം ഉണ്ടാവുള്ളൂ. जब परिपक्व अवस्था होगी फिर कोई भी कर्म इंद्रिया चंचल नहीं करेगा. അത് പരിപക്വ അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മുടെ ഒരു കർമ്മ ഇന്ദ്രിയങ്ങളും ചഞ്ചലാവില്ല. अभी चंचलता बंद होने से 21 जन्म के लिए कोई भी कर्म इंद्रिय धोखा नहीं देता. ഇപ്പം നമ്മൾ നമ്മുടെ കർമ്മ ഇന്ദ്രിയങ്ങളെ ചഞ്ചലത്തെ നമ്മൾ ഇല്ലാതെയാക്കുന്നു. ഇവിടെ എത്രത്തോളം നമ്മുടെ കർമ്മ ഇന്ദ്രിയകളെ ചഞ്ചലത്തെ ഇല്ലാതെയാക്കുന്നു. പിന്നെ എനിക്ക് 21 ജന്മം വരെ നമ്മുടെ ഒരു കർമ്മ ഇന്ദ്രിയ നമ്മളെ ചതിക്കില്ല. 21 ജന്മ കേലിയെ കർമ്മ ഇന്ദ്രിയ വശ് ഹോ ജാത്തെ. ഇപ്പം ഈ ഒരു ജന്മം നമ്മുടെ കർമ്മ ഇന്ദ്രിയകളുടെ ചഞ്ചലത്തെ ഇല്ലാതെയാക്കാൻ 21 ജന്മം വരെ നമ്മുടെ കർമ്മ ഇന്ദ്രിയകൾ നമ്മളെ ചതിക്കില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കർമ്മ ഇന്ദ്രിയകൾ ചതിക്കും. പക്ഷേ ഇത് ആയിക്കഴിഞ്ഞാൽ ആ പരിപക്വ അവസ്ഥ വന്നു കഴിഞ്ഞാൽ 21 ജന്മം വരെ നമ്മുടെ കർമ്മ ഇന്ദ്രിയകൾ നമ്മളെ ചതിക്കില്ല. സബ്സെ മുഖ്യ ഹേ കാം. അതിൽ മുഖ്യമായിരിക്കുന്ന കാര്യമാണ് കാമവികാരം. യാദ് കർത്തേ കർത്തേ കർമ്മ ഇന്ദ്രിയ വശ് ഹോ ജാത്തി ഹേ. അഭി കർമ്മ ഇന്ദ്രിയോं को वश करने से आधा कल्प के लिए इनाम मिलता है. അതുകൊണ്ട് ബാബയെ ഓർമ്മിച്ച് നമ്മൾ കർമ്മ ഇന്ദ്രിയകളെ വശത്താക്കും. ഇപ്പം കർമ്മ ഇന്ദ്രിയകളെ വശത്താക്കിയാൽ അരേ കൽപ്പ വരെ നമുക്കത് സമ്മാനമായി കിട്ടും. വശ് നഹി കർ സക്തേ തോ. ഇപ്പം ഞങ്ങൾ നമ്മുടെ കർമ്മ ഇന്ദ്രിയകളെ നമ്മുടെ വശത്താക്കിയാൽ 21 ജന്മം വരെ നമുക്ക് സമ്മാനം കിട്ടും. ഇവിടെ നമുക്ക് വശാക്കാൻ സാധിച്ചില്ലെങ്കിലോ ഫിർ പാപ്പ് റഹ ജാത്തെ. പാപ്പ് അവിടെ ബാക്കിയുണ്ടാവും. तुम्हारे पाप योग बल से ही कटते जाएंगे.
എന്തുകൊണ്ട് ബാബ യോഗ ചെയ്യണമെന്ന് പറയുന്നത്? നമ്മുടെ പാപ്പൊക്കെ നമ്മൾ ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ യോഗശക്തിയിലൂടെ. തും പവിത്ര ഹൊത്തേ ജാത്തെ ഏ ഹേ നമ്പർ 1 സബ്ജക്റ്റ്. അങ്ങനെ ഞങ്ങൾ പവിത്ര ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ നമ്പർ 1 സബ്ജക്റ്റ് ഏതാ? യോഗ. ഇതാണ് നമ്പർ 1 സബ്ജക്റ്റ്. तुम्हारे पाप बुलाते हैं पति से पावन होने के लिए तो बाप ही आकर पावन बनाते. അതുകൊണ്ട് എല്ലാവരും എങ്ങനെ വിളിക്കാം? പതീതരെ പാവനമാക്കാൻ വരണം. അതുകൊണ്ട് ബാബ വന്നിട്ടാണ് നമ്മളെല്ലാവരും പാവനാക്കും. ബാപ്പ് ഹി നോളേജ്ഫുൾ. ബാബ കേത്തെ അപ്പനെ കോ ആത്മാ സമझो ബാപ്പ് കോ യാദ് കർ. ബാബ നോളേജ്ഫുൾ ആണ്. ആ ബാബ വന്ന് നമ്മളോട് എന്താ പറയുക? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാപ്പ് കോ യാദ് കർ, ബാബയെ ഓർമ്മിക്കണം. ये भी नॉलेज है. एक है योग की नॉलेज, दूसरे है ഇത് ജ്ഞാനം തന്നെയാണ്. ഒന്ന് യോഗയ്ക്കുള്ള നോളേജ്, രണ്ട് ഒരു ജ്ഞാനം നമുക്ക് യോഗ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ 84 ജന്മോं के चक्र के नॉलेज, दो नॉलेज है. 84 ജന്മചക്രത്തിൻ്റെ ജ്ഞാനം, ദോ നോളേജ്. അങ്ങനെ നമുക്ക് രണ്ട് ജ്ഞാനമുണ്ട്. फिर उसमें दैवी गुण ऑटोमेटिकली मर्ज है. ഇതിൽ ദൈവീ ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ മർജായിരിക്കുന്നു. എത്രത്തോളം നിങ്ങൾ ഈ രണ്ട്, ഒന്ന് സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം, രണ്ട് യോഗയ്ക്കുള്ള ജ്ഞാനം, ഇതെത്ര നമ്മൾ ചെയ്യുന്നോ അതനുസരിച്ച് ദൈവീ ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഉസ്മേ ദൈവീ ഗുൺ ഓട്ടോമാറ്റിക്കലി മർജ് है. ഇതിൽ മർജായിട്ടുണ്ട് ദൈവീ ഗുണം, അത് ഇമർജായി വരും. बच्चे जानते हम मनुष्य से देवता बनते, सो ദൈവീ ഗുൺ ബി ജറൂർ ധാരണ കർണേ ഹെ. നമുക്കറിയാം ഞങ്ങൾ മനുഷ്യരിന് ദേവതകളാകണം. അതുകൊണ്ട് എന്ത് വേണം? തീർച്ചയായും ദൈവീ ഗുണങ്ങളെ ധാരണ ചെയ്യണം. അപ്പനെ ജാഞ്ച് കർണേ ഹെ, അവനവനെ പരിശോധിക്കണം. നോട്ട് കർണേ സെ അപ്പനെ ഊപ്പർ സാവധാൻ രഹേ. നോട്ട് ചെയ്യണം. നോട്ട് ചെയ്താൽ അവനവൻ്റെ മേലെ ശ്രദ്ധയുണ്ടാവും. ഞാൻ ഇന്ന സബ്ജക്റ്റിലാണ് വീക്ക്, ഇന്ന സബ്ജക്റ്റിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, ശ്രദ്ധയുണ്ടാവും. अपनी जांच करेंगे तो कोई भूल नहीं होगा. അവനവനെ പരിശോധിച്ചാൽ ഒരിക്കൽ തെറ്റുകൾ സംഭവിക്കില്ല. बाप खुद कहते हैं मामे कम याद करो, तुमने ही मुझे बुलाया है ना, क्योंकि तुम जानते हो बाबा पतित पावन है. अब जब आते तब ही ये डायरेक्शन देते हैं. അതുകൊണ്ട് ബാബ സ്വയം പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കണം. എപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചോ? കാരണം നിങ്ങളൊക്കെ പതീതരായി. ഞാൻ പതീത പാവനാണ്, അതുകൊണ്ട് നിങ്ങൾ പതീത പാവനായി എന്നെ വിളിച്ചു. ഓ ജബ് ആത്തെ തബ് ഹി എ ഡയറക്ഷൻ ദേത്തെ. നിങ്ങൾ വിളിച്ചോ, പക്ഷെ എപ്പോഴാണോ ബാബ ഇവിടേക്ക് വരുന്നത് അപ്പോഴേ ബാബ നമുക്ക് ഡയറക്ഷൻ തരും. അപ്പനി ജാഞ്ച് രക്കേങ്കെ തോ अब इस डायरेक्शन पर अमल करना है. ബാബ നമുക്ക് നേരിട്ട് വന്ന് ഡയറക്ഷൻ തരും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയറക്ഷനെ ഇവിടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. अच्छा, तुम पार्ट बजाते हो इस शरीर द्वारा, तो बाप को भी जरूर इस शरीर में आना पड़ता है. ബാബ പറയാണ്, നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നത് ഈ ശരീരത്തിലൂടെയാണ്. അതേപോലെ ബാബയ്ക്ക് കൂടി തീർച്ചയായും ഈ ശരീരത്തിൽ വരേണ്ടി വന്നു. ये बहुत വണ്ടർഫുൾ ബാത്തേ हैं. ഇത് വണ്ടർഫുള്ളായിരിക്കുന്ന കാര്യം. ഏതാ? എങ്ങനെ നമ്മൾ ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കണം, അതേപോലെ ശിവബാബയ്ക്ക് ഒരു ശരീരത്തിൽ പ്രവേശിക്കേണ്ടി വന്നു. നമുക്ക് ജ്ഞാനം തരാൻ വേണ്ടി ശിവബാബ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതൊരു വണ്ടറാണ്. त्रिमूर्ति का चित्र कितना क्लियर है. ब्रह्मा तपस्या कर ये बनते हैं. ത്രിമൂർത്തി ചിത്രത്തിലുള്ള ജ്ഞാനം ക്ലിയറാണ്. ബ്രഹ്മാവ് തപസ്സിലൂടെ എന്തായി മാറും? വിഷ്ണുവായി മാറും. തപസ് ചെയ്താൽ വിഷ്ണു ആവും. फिर 84 ജന്മോं के बाद ये बनते. ഇപ്പോൾ ബ്രഹ്മാവ് തപസ് ചെയ്യുന്നു, ഭാവിയിൽ വിഷ്ണു ആവുന്നു, വീണ്ടും തപസ്സിലൂടെ വിഷ്ണുവായി മാറും. ത്രിമൂർത്തി കാ ചിത് കിतना ക്ലിയർ है. ഈ ത്രിമൂർത്തിയുടെ ചിത്രം എത്ര ക്ലിയർ ആയിട്ടുണ്ട്. ബ്രഹ്മ തപസ് ചെയ്യുന്നു, അത് ശങ്കറിലൂടെ അതിൻ്റെ തപസ്സിലൂടെ പരിവർത്തനം ചെയ്താൽ വിഷ്ണു ആവും. അതുകൊണ്ട് പറഞ്ഞു, ആ ത്രിമൂർത്തി ചിത്രത്തിൽ ക്ലിയറായി എഴുതി വെച്ചിട്ടുണ്ട്. ബ്രഹ്മ തപസ്യ കർക്കെ യെ ബൻതേ. ആ ത്രിമൂർത്തി ചിത്രത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്, ബ്രഹ്മ തപസ് ചെയ്തിട്ടാണ് വിഷ്ണു ആവുക. ഫിർ 84 ജന്മോं के बाद ये बनते.
വീണ്ടും ആ വിഷ്ണു തന്നെ 84 ജന്മം എടുത്ത് വീണ്ടും ബ്രഹ്മാവും. ये भी बुद्धि में याद रहे कि हम ब्राह्मण सो देवता थे फिर 84 का चक्र. ഇത് നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഓർമ്മ വേണം. ഏത് കാര്യം ഓർമ്മ വേണം? ഞാനിപ്പോൾ ബ്രാഹ്മണന് ദേവതകളാകുന്നു. അങ്ങനെ ഞാൻ 84 ജന്മ ചക്രത്തിൽ വന്നു. ഫിർ ദേവത ബന്നെ के लिए आई. വീണ്ടും ഞാൻ വന്നത് ദേവതയാകാൻ. जब देवताओं की डिनेस्टी पूरी हो जाती तो भक्ति मार्ग में भी बहुत प्रेम से उनको याद करते. എപ്പോഴാണോ ദേവതകളുടെ ഡിനേസ്റ്റി, ദേവതകളുടെ വംശം എപ്പോഴാണ് അവസാനിക്കുക, പിന്നെ ഭക്തി മാർഗത്തിൽ വരുമ്പോൾ നമ്മൾ അവരെ വളരെ പ്രേമത്തോടു കൂടി അവരെ ഭക്തി ചെയ്യും, ഓർമ്മിക്കും. അബോ ബാബ തുംകോ ഏ പദ് പാനേക്കിലെ യുക്തി ബത്താത്തെ. അതുകൊണ്ട് ശിവബാബ വന്ന് നമുക്ക് അങ്ങനെ ആകാൻ വേണ്ടി, ആ പദവി നേടാൻ വേണ്ടി നമുക്ക് യുക്തി പറഞ്ഞ് മനസ്സിലാക്കി തരണം. യാദ് ബി ബഹു സഹജ് ഹെ, സിർഫ് സോനേക്ക ബർത്തൻ ചെയ്യും. ഓർമ്മിക്കാനും എളുപ്പം തന്നെയാണ്, പക്ഷേ ബുദ്ധി സ്വർണ്ണപാത്ര ആയിരിക്കണം. ജ്ഞാനം നിൽക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി സ്വർണ്ണപാത്ര. ആരുടെ ബുദ്ധി സ്വർണ്ണപാത്രേ അവർക്ക് യോഗ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് യോഗ കിട്ടില്ല. അതുകൊണ്ടാണ് പറയണം ബുദ്ധി സ്വർണ്ണപാത്ര ആയിരിക്കണം. ജിतना പുരുഷാർത്ഥ കരേങ്കെ ഉത്തനി പോയിന്റ്സ് ഇമർജ് ഹോത്തെ രഹേങ്കെ. എത്രത്തോളം നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നോ അതനുസരിച്ച് പോയിന്റ്സ് ഇമർജ് ആയിക്കൊണ്ടേയിരിക്കും. ജ്ഞാനം ബി അച്ഛാ സുനാത്തേ രഹേങ്കെ. അവർ ജ്ഞാനം നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. സംജയെങ്കെ ജബ്കി ബാബ ഹമാരേ മേ പ്രവേശ് കർ മുരളി ചലാറേ. അപ്പോൾ അവർ മനസ്സിലാക്കും, ബാബയാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഈ മുരളി കേൾപ്പിക്കുകയാണ് എന്ന് അനുഭവം ചെയ്യും. ബാബ ബി ബഹുത്ത് മദത് കർത്തേ ഹെ. അപ്പോൾ ബാബ കൂടി നമുക്ക് വളരെയധികം സഹായിക്കും. ഔറോങ്കോ ബി കല്യാൺ കർണ എ ബി ഡ്രാമ മെനു. മറ്റുള്ളവരെ മംഗളം കൂടി ചെയ്യണ്ടേ, ഇത് കൂടി ഡ്രാമയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഏക് സെക്കൻഡ് നാമിലെ ദൂസറോ സെ ടൈം പാസ് ഹോത്താ ജാത്താ ഹെ. ഒരു സെക്കൻഡ് പോലെയല്ല അടുത്ത സെക്കൻഡ്, ഈ സെക്കൻഡ് പോലെയല്ല അടുത്ത സെക്കൻഡ്. സമയം ഇങ്ങനെ പാസ്സായിക്കൊണ്ടേയിരിക്കും, ഓരോ സെക്കൻഡ് ഇങ്ങനെ കഴിഞ്ഞു പോകും. इतने वर्ष इतने मास कैसे पास होते, शुरू से लेकर टाइम पास होता आया है. എങ്ങനെയാണ് ഇത്ര വർഷം കഴിഞ്ഞു, ഇത്ര മാസങ്ങൾ കഴിഞ്ഞു, ഇതൊക്കെ നമ്മൾ പറയും. അങ്ങനെ ബാബ പറയാണ് എത്ര സമയം പാസ് ഹോ ഗए, എത്ര സമയം കഴിഞ്ഞു പോയി. ये സെക്കൻഡ് फिर 5000 വർഷ के बाद റിപ്പീറ്റ് करें. ഈ സെക്കൻഡ് പോലെയല്ല അടുത്ത സെക്കൻഡ്, പിന്നെ വീണ്ടും ആവർത്തനം. എപ്പോഴാണ്? 5000 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ റിപ്പീറ്റേഷൻ ആവും. ये भी अच्छी रीति समझना और बाप को याद करना. ഇത് നല്ല പോലെ മനസ്സിലാക്കുക വേണം, ബാബയെ ഓർമ്മിക്കുക വേണം. ജിസ്സെ വികർമ്മ വിനാശ് ഹോ. ഇതിലൂടെ വികർമ്മം വിനാശാവും. അവർ കോയി ഉപായ ഹൈ ഹി നഹി. വികർമ്മ വിനാശം ചെയ്യാൻ ആകെ ഒരു വഴിയുള്ളൂ. ഏതാ? ചക്രത്തിനെ മനസ്സിലാക്കുക, ബാബയെ ഓർമ്മിക്കുക. ഇതിലൂടെ വികർമ്മ വിനാശം, അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. ഇത്തന സമയം ജോ കുച്ച് കർത്തെ ആയേ ഹേ സബ് തേ ഭക്തി. ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഭക്തിയായിരുന്നു. കേത്തേ ബി ഹേ ഭക്തി കാ ഫൽ ഭഗവാൻ ദേങ്കെ. അതുകൊണ്ടാണ് പറയാം ഭക്തിയുടെ ഫലം ഭഗവാൻ തരും. ക്യാ ഫൽ ദേങ്കെ? എന്തായിരിക്കും ഭഗവാൻ നമുക്ക് ഭക്തിയുടെ ഫലം തരണം? കബ് ഓർ കൈസേ ദേത്തെ ഹേ. ഇത് എപ്പോൾ എങ്ങനെ തരും? കുച്ച് ബി പത്താ നഹി. ഭഗവാൻ ഭക്തിയുടെ ഫലം തരും എല്ലാവരും പറയും, പക്ഷേ ഭഗവാൻ എപ്പോഴാണ് നമുക്ക് ആ ഒരു ഫലം തരുന്നത്, എന്ത് ഫലമാണ്, ഇത് ആർക്കും അറിയില്ല. बाबा जब फल देने के लिए आवे तब लेने वाले और देने वाले इकट्ठे हो. എപ്പോഴാണോ ബാബ ഫലം തരാൻ വരുന്നോ അപ്പോൾ രണ്ടാളും ഇവിടെ ഒരുമിച്ചായിരിക്കും. ദേനേവാല ഓർ ലേനേവാല. കൊടുക്കുന്ന ആളും എടുക്കുന്ന ആൾ ഒരുമിച്ചായിരിക്കും. ड्रामा का पार्ट आगे चलता जाता है. सारे ड्रामा में भी अभी है ये अंतिम ലൈഫ്. അതുകൊണ്ടാണ് ബാബ പറയുക ഡ്രാമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഡ്രാമയിൽ ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ലൈഫാണ്, അവസാനത്തെ ജന്മമാണ്. हो सकता है कोई शरीर भी छोड़ दे और कोई पार्ट बजाता है तो जन्म भी ले सकते हैं. ഇങ്ങനെ ഉണ്ടാവാം. ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചാൽ വേറെ പാർട്ട് ഉണ്ടെങ്കിൽ ആ പാർട്ട് അവർ അഭിനയിക്കും. किसका बहुत हिसाब का किताब होगा तो जन्म भी ले सकते हैं.
കുറേ കണക്കുണ്ടെങ്കിൽ അവർ ഇവിടെ വീണ്ടും ജനിക്കൂ എന്നാണ് ബാബ പറയുക. കണക്ക് തീർക്കണ്ടേ. जिसके बहुत पाप होंगे तो घड़ी घड़ी एक जन्म के लिए दूसरा तीसरा जन्म लेते छोड़ते रहेंगे. കുറേ പാപം ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ശരീരം എടുക്കും, ഇടയ്ക്കിടയ്ക്ക് ശരീരം ഉപേക്ഷിക്കും. എന്തായാലും കർമ്മക്കണക്ക് തീർക്കണ്ടേ. അപ്പോൾ കർമ്മക്കണക്ക് തീർക്കുമ്പോൾ ആത്മാവ് കർമ്മക്കണക്ക് തീർത്തേ പറ്റും. അപ്പോൾ ആത്മാവിന് കുറേ കർമ്മക്കണക്ക് ബാക്കി ഉണ്ടെങ്കിൽ ആത്മാ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആ കർമ്മക്കണക്ക് തീർക്കാൻ വേണ്ടി അപ്പം തന്നെ മരിക്കും, അപ്പം തന്നെ ജനിക്കും. ഗർഭശിക്ഷയാണല്ലോ, 5 മാസം അത് ശിക്ഷ അനുഭവിക്കണ്ടേ. അപ്പോൾ വീണ്ടും ജനിക്കും, വീണ്ടും അപ്പം തന്നെ മരിക്കും, വീണ്ടും ജനിക്കും. അപ്പോൾ അവരുടെ എന്തോരം കർമ്മക്കണക്കായിരിക്കും, എത്ര കർമ്മക്കണക്ക് അവർക്ക് തീർക്കണം. अच्छा गर्भ में मया दुख भोगा फिर शरीर छोड़ा फिर दूसरा लिया. ഗർഭത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചിട്ട് വീണ്ടും മരിച്ചു, വീണ്ടും ശരീരം എടുക്കും, ഗർഭത്തിൽ പോയിട്ട് ശിക്ഷ അനുഭവിക്കും. കാശി കൽവട്ട് മേ ബി ഏ ഹാലത്ത് ഹോത്തി ഹൈ. കാശി കൽവട്ടിൽ അതാണ് അവസ്ഥ. അത്ര മരിക്കും, വീണ്ടും അവർ ജനിക്കും. പാപ തീർക്കണ്ടേ. പാപ് സിർ പർ ബഹൂത് ഹൈ. കാരണം പാപം ശിരസിൻ്റെ മുകളിൽ ഒരുപാടുണ്ട്. യോഗ ബൽത്തോ ഹൈ ഹി നൈ. യോഗശക്തി ഇല്ല. യോഗശക്തി ഇല്ലെങ്കിൽ പാപം ശിക്ഷ അനുഭവിച്ചിട്ട് വേണം. काशी कलवट का ना ये है अपने शरीर का घात करना. കാശി കൽവട്ട് അതായത് സ്വയം കാശിയിൽ പോയിട്ട് മരിക്കുക. അതിൻ്റെ അർത്ഥം പറയുന്നത് കാശി കൽവട്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവനവൻ്റെ ജീവഘാതം ചെയ്യാണ്. അഥവാ അത് ഒറ്റയടിക്ക് കഴുത്ത് മുറിഞ്ഞാൽ ഓക്കെ, കയ്യോ കാലോ മുറിഞ്ഞാൽ അവിടെ തന്നെ അനുഭവിച്ച് ആരും രക്ഷിക്കാൻ വരില്ല. കാരണം അതങ്ങനെയാണ്. വലിയ കിണറാണ്, അതിൽ വീണ് പോയാൽ ഇപ്പോൾ അതൊന്നുമില്ല, ഗവൺമെൻറ് നിർത്തിയിരിക്കുകയാണ് അത്രേ. പക്ഷെ എന്തായാലും പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, കാശിയിൽ പോയാൽ തിരിച്ച് വരാറില്ല. കാരണം ചിലപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, അവിടെ ഇരുന്ന് തപസ് ചെയ്ത് വന്ന ശരീരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കിണറിൽ ചാടും. അതുകൊണ്ടാണ് ബാബ പറയുക, അവിടെയും അങ്ങനെയാണല്ലോ. കാശി കൽവട്ട് എന്നുവെച്ചാൽ ബാബ പറയണ അവർ ശരീരം ഉപേക്ഷിക്കുക വേണ്ടു, ശരീരം എടുക്കും. योग बल तो नहीं है काशी कलवट का ना ये है अपने शरीर का घात करना. യോഗശക്തി ഇല്ല. യോഗശക്തി ഇല്ലാത്തവർക്ക് ശിക്ഷ അനുഭവിച്ചേ പറ്റും. അതുകൊണ്ടാണ് ബാവറിയ കാശി കൽവട്ട് കാന. ഈ കാശി കൽവട്ട് അതായത് കാശിയിൽ പോയിട്ട് മരിക്കുക, ഇത് സ്വന്തം ശരീരത്തിൻ്റെ ഘാതാണ് ചെയ്യുക. ആത്മാവി സമസ്ത ഈ ഘാത് കർത്തെ കേത്തെ ഭി ഹേ ബാബ ആപ് ആയെങ്കെ തോ ഹം ആപ് പർ ബലിഹാർ ജായെങ്കെ. അതുകൊണ്ട് ആത്മാവ് ഇങ്ങനെ മനസ്സിലാക്കും, ഞാൻ ഈ ശരീര ഹത്യ ചെയ്യാൻ പോവാണ്, അതായത് സമർപ്പണയാവാൻ പോവാണ്. ഭക്തിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബ അങ്ങ് എപ്പോഴാണോ ഇവിടേക്ക് വരുന്നത് അപ്പം ഞാൻ സമർപ്പണയാവും. അപ്പോൾ അവർ കാശിൽ പോയിട്ട് സമർപ്പണയാവും. നമ്മൾ പറഞ്ഞത് ഈ ശരീരത്തിൽ ആത്മാ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശിവബാബയ്ക്ക് സമർപ്പണയാവുന്നു. പക്ഷെ അവരെന്ത് ചെയ്യും? ശിവന് സമർപ്പണയാവും. ആ ശരീരത്തിന് അവിടെ അവർ സമർപ്പിക്കും. ബാക്കി ഭക്തി മാർഗ് മേ ബലി ചടന ഹെ ഓ ഭക്തി ഹോ ജാത്തെ. ബലി കൊടുക്കുക വെച്ചാൽ അത് ഭക്തിയാണ്. ശരീരത്തിനെ ബലി അർപ്പിക്കുക വെച്ചാൽ അത് ഭക്തിയായി. ദാന പുണ്യ തീർത്ഥാദി ജോ കുച്ച് ഭി കർത്തെ വോ കിസ്സെ ലേൻ ദേൻ ഹോത്തി ഹെ. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്തിയിൽ ദാനപുണ്യം ചെയ്യുന്നു, അതായത് മറ്റുള്ളവർക്ക് തീർത്ഥാടന പോകുന്നു, ദാനപുണ്യം ചെയ്യുന്നു, ഇത് കിസ്സെ ലേൻ ദേൻ ഹോക്കി, ആരായിട്ടാണ് നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുക? പാപാത്മാസ്. നിങ്ങൾ കൊടുക്കുന്നത് പാപാത്മാക്കൾക്ക്, എടുക്കുന്നത് പാപാത്മാക്കളിൽ. रावण राज्य है ना, बाबा कहते खबरदारी से लेन देन करना. ബാബ പറയുകയാണിത് രാവണൻ്റെ രാജ്യം, അതുകൊണ്ട് ശ്രദ്ധിക്കണം, കൊടുക്കുന്നത് വാങ്ങുന്നതിൽ ശ്രദ്ധ വേണം. गरीबों को तो अन्न और कपड़े का दान किया जाता, वो आजकल धर्मशाला आदि बना कर देते हैं. ഈ പാവങ്ങളാണെങ്കിൽ അവർക്ക് അന്നോ വസ്ത്രമോ ഇതൊക്കെ ദാനം ചെയ്യാം. ഇനി ചിലവർ അവരുടെ ധർമ്മശാലകൾ ഉണ്ടാക്കി ബനാക്കർ ദേത്തെ, ധർമ്മശാല ഉണ്ടാക്കി കൊടുക്കും. സാഹുക്കാരോं के लिए तो बड़े बड़े महल है. പാവങ്ങൾക്കൊന്നും ഇല്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ധർമ്മശാല ഉണ്ടാക്കി പോയിട്ട് അവിടെ രാത്രി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പണക്കാരാണെങ്കിലോ വലിയ വലിയ മഹലുകൾ അവരുടെ അടുത്തുണ്ട്. ഗരീബോं के लिए झोपड़ियां है. പാവങ്ങൾക്കോ കുടിലുകളാണ്.
वो तो गंदे नले के आगे रहे हुए उस किचड़े की खाद बनती तो जो बिकती है जिस पर फिर खेती आदि करते. ഈ കുടിലുകൾ കണ്ടുണ്ട്, ഈ നമ്മൾ യാത്ര പോകുമ്പോൾ കുറേ കാണും. ഈ അഴുക്ക് ചാലിൻ്റെ അടുത്ത് ജോപ്പിടികളുണ്ടാവും, കുടിലുകളുണ്ടാവും. പിന്നെ കുറേയൊക്കെ ഈ എന്താ പറയുക, ഈ അഴുക്കിൻ്റെ ഇതുണ്ടല്ലോ അത് ഉണങ്ങും. ഉണങ്ങിയതിന് ശേഷം അവിടെ കൃഷി ചെയ്യും. അല്ല, നമ്മൾ കാണും ഇതിൻ്റെ ഇതിലൊക്കെ സൈഡിലൊക്കെ ചീരകളൊക്കെ ഉണ്ടാവും. അതായത് കൃഷി അവർ ചെയ്യും. ഉണങ്ങിയതിന് ശേഷം വെള്ളത്തിൻ്റെ മുകളിൽ കൃഷിയാവില്ല, അപ്പോൾ അതൊക്കെ ഉണങ്ങും. ഉണങ്ങിയതിന് ശേഷം അവരതിൽ കൃഷി ചെയ്യും. സത്യുഗ് में तो ऐसे കിച്ചട ആദി पर खेती नहीं होगी. ഇവിടെയൊക്കെ അഴുക്ക് ചാലുകളൊക്കെ ഉണങ്ങിയതിന് ശേഷം അവിടെ കൃഷി അല്ല, വളം കിട്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ സത്യയുഗത്തിൽ വരുന്ന ഇത്ര മോശമായിരിക്കുന്ന കിച്ചട ആദി पर खेती नहीं होगी. ഇത്രയും അഴുക്ക് പിടിച്ച ഈ നദിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ ഒന്നും കൃഷി ഉണ്ടാവില്ല. വഹാ തോ നയി മിട്ടി ഹോത്തി, അവിടെ മണ്ണ് കൂടി പുതിയതായിരിക്കും. ഉൻകാ നാം ഹെ പാരഡൈസ്, അതുകൊണ്ട് അതിൻ്റെ പേരാണ് പാരഡൈസ്, സ്വർഗം. നാം ബി ഗയാ ഹുവാ ഹെ പുക്രാജ് പരി നീലം പരി രത്തൻ തോ ഹെ. അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിൽ ഈ രത്നത്തിൻ്റെ പേരുണ്ട്. എന്താ പുഷ്യരാഗ്, ഇങ്ങനെ പല ഇതുണ്ട്. പുക്രാജ് പരി നീലം പരി, ഇങ്ങനെ ഓരോരോ രത്നത്തിൻ്റെ പേരുണ്ടാവും. അതൊക്കെ പറയുന്ന രത്നങ്ങളായി. कोई कितनी सर्विस करते, कोई कितनी करते, कोई कहते हम सर्विस नहीं कर सकते. അപ്പോൾ അതുകൊണ്ട് പലരും പല രീതിയിൽ സേവ ചെയ്യും. പക്ഷെ ചിലവരെന്ത് പറയും, എന്നെ കൊണ്ട് സേവ ചെയ്യാനാവില്ല, സർവീസ് ചെയ്യാനാവില്ല. ബാബാക്കെ രത്തൻ തോ സബി ഹെ പരന്തോ, എല്ലാവരും ബാബയുടെ രത്നങ്ങളാണ്. പരന്തോ ഉസ്മേ ബി നമ്പർവാർ പുരുഷാർത്ഥനുസാർ ജോ ഫിർ പൂജെ ജാത്തെ. എല്ലാവരും ബാബയുടെ കുട്ടികൾ, ബാബയുടെ രത്നങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ നമ്പർ 6 പുരുഷാർത്ഥ അനുസരിച്ചാണ് പൂജ നടക്കുന്നത്. പൂജ ഹോത്തി ഹെ ദേവതാങ്കി, പൂജ നടക്കുന്നത് ദേവതകൾക്കാണ്. ഭക്തി മാർഗ് ബി അനേക പൂജയെ ഹോത്തി, സബ് ഡ്രാമ ഭക്തിയിൽ അനേക പൂജകളുണ്ട്. ഇതൊക്കെ ഡ്രാമയിലുള്ളതാണ്. जिसको देखकर मज़ा आता है, हम एक्टर्स हैं, इस समय तुमको नॉलेज मिलती है, തും ബഹുത്ത് ഖുഷ് ഹോത്തെ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഡ്രാമയാണ്. ഇതിനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. ഞങ്ങളൊക്കെ ആക്ടേഴ്സാണ്, ഈ സമയം നമുക്ക് ജ്ഞാനം കിട്ടി. തും ബഹുത്ത് ഖുഷ് ഹോത്തെ, നമുക്ക് ജ്ഞാനം കിട്ടിയത് കൊണ്ട് വളരെയധികം സന്തോഷിക്കും. ജാനത്തെ ഹോ ഭക്തി കാ ബി പാർട്ട് ഹേ, ഭക്തിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ആനന്ദം തോന്നും. കാരണം ഡ്രാമയിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഭക്തിയുടെ പാർട്ടാണ്. ഭക്തി മേ ബി ബഡേ ഖുഷി ഹോത്തെ, ഭക്തിയിൽ കൂടി എത്ര സന്തോഷാവും. ഗുരു ने कहा माला फेरो, बस उस खुशी में फेरते ही रहते. ഗുരു പറഞ്ഞു മാല ജപിക്കാൻ, ആ ലഹരിലിരുന്ന് കൊണ്ട് മാല ജപിക്കൂ. സമജ് കുച്ച് ബി നഹി, രമാവാ പറയാണ്, എനിക്ക് ഗുരു പറഞ്ഞു ഞാൻ ചെയ്തു, അതിനപ്പുറം ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. शिव निराकार उनको बल दूध पानी आदि क्यों चढ़ाते. शिव बाबा निराकार. ഈ ശിവബാബയ്ക്ക് എന്തിനാണ് ഈ വെള്ളം പാല് ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നതിനാണ് അഭിഷേകം ചെയ്യുന്നത്. മൂർത്തിയാവും കോ ബി ഭോഗ് ലഗാത്തെ, ഓ കോയി കാത്തെ തൊടേ. മൂർത്തികളെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഭോഗ് വയ്ക്കും. ദേവതകളൊന്നും കഴിക്കില്ല, മൂർത്തി ഒന്നും കഴിക്കില്ല എന്നാണ് പറയാറ്. അതോ കഴിച്ചാലോ കൊടുക്കോ? മൂർത്തികൾ വന്ന് കഴിച്ചാൽ നമ്മൾ ആരും കൊടുക്കില്ല. അതുകൊണ്ടാണ് കൊണ്ടുപോയിട്ട് അവിടെ നൈവേദ്യം വയ്ക്കും, അത് നമ്മൾ തന്നെ കഴിക്കുക, അല്ലാതെ മൂർത്തികളൊന്നും കഴിക്കില്ല. ഭക്തി കാ വിസ്താർ കിतना बड़ा है, ഭക്തി ഹെ ജാഡ് ജ്ഞാൻ ഹെ. ഭക്തിക്ക് ഇത്ര വിസ്താരമുണ്ട്. അതുകൊണ്ടാണ് ഭക്തി എന്ന് പറയുന്നത് വൃക്ഷം, ജ്ഞാനം ബീജമാണ്. രചതോ രചനാക്കോ സിവായ് തും ബച്ചോं के और कोई नहीं जानते. ഈ രചയിതാവ് പിന്നെ രചനയെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അതറിയില്ല. कोई कोई बच्चे तो अपनी हड्डियाँ भी सर्विस में सोह करने वाले हैं. അതിൽ ചില കുട്ടികൾ ഈ യജ്ഞത്തിൽ അവനോട് എല്ലുകളെ കൂടെ സമർപ്പിക്കും. തുമക്കോ കോയി കഹത്തെ ഏ തുമ്ഹാരി കൽപ്പന ഹെ. ചിലവർ പറയും നിങ്ങൾ വെറുതെ ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് സ്വാഹം ചെയ്തിട്ട് വെറുതെ ജീവിതമൊന്നോ തൊലയ്ക്കണ്ടെന്ന് പറയും. അതായത് ഇത് നിങ്ങളുടെ വെറുതെ കൽപ്പനയാണെന്ന് പറയും. अरे ये तो वर्ल्ड की हिस्ट्री जोग्राफी रिपीट होती है ना.
ആരിവിടെ വന്ന് ബാബ എടുത്ത് സമർപ്പിക്കാൻ അവർ സമർപ്പിക്കും, സ്വഭാവം. കാരണം ഇത് ഹിസ്റ്ററി, ജോഗ്രഫി, റിപ്പീറ്റേഷനാണ്. കൽപ്പന റിപ്പീറ്റ് തോടെ ഹോത്തി ഹെ. കൽപ്പന ഇത് ആവർത്തിക്കില്ല, ഇത് കൽപ്പകൽപ്പത്തിൻ്റെ പാർട്ടാണ്. ഏതോ നോളേജ് ഹേ, ഏ ഹേ നയി ബാത്തേ നയി ദുനിയാ കേളി. ഇത് ജ്ഞാനാണ്, ഇത് പുതിയ കാര്യമാണ്, പുതിയ ലോകത്തിലേക്കുള്ളത്. ഭഗവാൻ വാച്ച്, ഭഗവാൻ ബി നയ, ഉൻകെ മഹാവാക്യ ബി നയ. ഭഗവാൻ പുതിയതാണ്, ഭഗവാന്റെ മഹാവാക്യം പുതിയതാണ്. वो कहते हैं कृष्ण भगवान वाच, तुम कहते हो शिव भगवान वाच. അവർ പറയുന്നു കൃഷ്ണ ഭഗവാൻ വാച്ച്, നമ്മളെന്ത് പറയും? शिव भगवान वाच. हर एक की अपनी अपनी बातें हैं, एक ना मिले दूसरों से. എല്ലാവർക്കും അവനവൻ്റെതായ കാര്യങ്ങളുണ്ട്. ഒരാൾ പറഞ്ഞ പോലെ അല്ല മറ്റാൾ പറയാം, ഒരാൾ പറഞ്ഞ പോലെ വേറെ കാര്യം ഉണ്ടാവില്ല. പടായി സ്കൂൾ മേ പഠിത്തേ, ഇത് പഠിപ്പ്. ഇവിടെ സ്കൂളിൽ പോയിട്ടാണ് പഠിക്കുക. कल्पना की कोई बात नहीं है, बाप है ज्ञान का सागर, नॉलेजफुल. जबकि ऋषि मुनि भी कहते हम रचता और रचना को नहीं जानते हैं. അതുകൊണ്ട് ശിവബാബ ജ്ഞാനസാഗരനാണ്. പണ്ടത്തെ ഋഷിമുനിമാർ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് രചയിതാവ്, ആ രചയിതാവിൻ്റെ രചനയെക്കുറിച്ച് ഒന്നും അറിയില്ല. उन्होंको ये नॉलेज कहाँ से मिलेगी, जबकि आदि सनातन देवी देवता धर्म ही नहीं जानते. അവർക്കെങ്ങനെ ഈ ജ്ഞാനം കിട്ടാനാ? ആദി സനാതന ദേവി ദേവത ധർമ്മത്തിലുള്ളവർക്ക് തന്നെ ഈ ജ്ഞാനം ഇല്ല, പിന്നെ ഋഷിമുനിമാർക്ക് എങ്ങനെ അറിയാം? ജിൻഹോനെ ജാന ഉൻഹോനെ പദ് പായ. ആരിത് മനസ്സിലാക്കുന്ന അവർക്ക് ഈ പദവി കിട്ടും. ഫിർ ജബ് സംഗമയുഗ ആയേ തബ് ബാപ്പ് ആക്കർ സംജായേഗ. വീണ്ടും ബാബ സംഗമയുഗത്തിൽ വന്ന് നമുക്കിത് പഠിപ്പിക്കും. നയ നയ ഇൻ ബാത്തോമേ മൂൻസ്തേ. പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ ഈ ജ്ഞാനം കേൾക്കുമ്പോൾ സംശയിക്കും. कहते हैं बस हमें इतने तोड़े ही റൈറ്റ് ഹോ ബാക്കി സബ് ജോട്ടെ. അവരെന്ത് പറയും? ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ശരി, ബാക്കിയൊക്കെ അസത്യാണ് എന്ന് വിചാരിക്കും. तुम समझाते हो गीता जो माई बाप है उसे ही खंडन कर दे. പക്ഷെ നമുക്കറിയാം ഗീതയാണ് മാതാപിത, അതിനെന്നെ കണ്ടിക്കും. ബാക്കി സബ് തോ രചന ഹെ ഉസ്സേ വർഷ മില്ലാ സക്കി. ബാക്കി എല്ലാതും രചനയാണ്, അതായത് ബാക്കിയുള്ള വേദശാസ്ത്രങ്ങളൊക്കെ രചനയാണ്, അതിനൊരിക്കലും സ്വത്ത് കിട്ടില്ല. വേദോ ശാസ്ത്രവുമേ രചതോ രചനാക്കി നോളേജ് ഹോനാ സക്കെ. വേദശാസ്ത്രങ്ങളിൽ രചനയുടെയോ രചയിതാവിൻ്റെയോ ആ രചയിതാവിൻ്റെ രചനയുടെ ജ്ഞാനം അതിലുണ്ടാവാൻ സാധ്യമല്ല. പെഹ്ലെ തോ ബത്താവോ വേദ സേ കൗൺസ ധർമ്മ സ്ഥാപന. അപ്പോൾ ആദ്യം ചോദിക്കുക, ഈ വേദത്തിലൂടെ ഏത് ധർമ്മമാണ് സ്ഥാപിക്കപ്പെടുക? ധർമ്മ തോ ഹേ ഹി ചാർ. ധർമ്മമുള്ളതാകെ 4. ഹരേക്ക് ധർമ്മ കാ ധർമ്മശാസ്ത്ര ഏക് ഹോത്താ ഹെ. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഒരു ശാസ്ത്രമുണ്ട്, ധർമ്മശാസ്ത്രം അല്ലേ? ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത, ഹിന്ദുക്കളുടെ ശാസ്ത്രം. അതേപോലെ ഇസ്ലാം മതത്തിൻ്റെ ശാസ്ത്രമാണ് ഖുറാൻ, ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ, ബുദ്ധിസ്റ്റിൻ്റെ ദമ്പത്. ഇങ്ങനെ അവരുടെ ഓരോരോ ധർമ്മത്തിൻ്റെയും അവരുടെയായ ഒരു ധർമ്മശാസ്ത്രം ഉണ്ടാവുള്ളവനാണ് പറയുന്നത്. അല്ലാതെ വേദങ്ങളൊന്നും അതിലൊരു ധർമ്മസ്ഥാപനയായിട്ടില്ല. बाप ब्राह्मण कुल स्थापना करते, ब्राह्मण ही फिर सूर्यवंशी चंद्रवंशी कुल में अपना पद पाते. ശിവബാബ ഇവിടെ വന്ന് ബ്രാഹ്മണ കുല സ്ഥാപിക്കും. ഈ ബ്രാഹ്മണർ തന്നെയാണ് ഭാവിയിൽ സൂര്യവംശി ചന്ദ്രവംശി കുലത്തിൽ വന്ന് പദവി നേടും. ബാപ്പ് ആക്കർ തുംകോ സന്മുഖ് സുനാത്തെ ഇസ് രത്ത് ദ്വാര. ശിവബാബ നമ്മുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു തരും. ആരിലൂടെ? ഈ രഥത്തിലൂടെ. തോ രഥത്തോ ജറൂർ ചായി. അതുകൊണ്ട് തീർച്ചയായും രഥം വേണം. ആത്മാത്തോ ഹേ ഹി നിരാകാർ ഉൻകോ സാകാർ ശരീർ മിൽത്ത. ആത്മാവ് നിരാകാരിയാണ്, ആ ആത്മാവിനാണ് സാകാരം ശരീരം കിട്ടും. ആത്മാ ക്യാ ചീസ് ഹേ ഉസ്കോ ഹി നഹി ജാനത്തെ തോ ബാപ് കോ ഫിർ കൈസെ ജാനേങ്കി. ആത്മാവ് എന്താണെന്ന് കൂടി അറിയില്ല, പിന്നെ എങ്ങനെയാണ് അവർ ആത്മാക്കളുടെ അച്ഛൻ ശിവബാബിനെ എങ്ങനെ മനസ്സിലാക്കൂ? റൈറ്റ് തോ ബാപ്പ് ഹി സുനാത്തെ. സത്യമായ കാര്യം ബാബ തന്നെയാണ് പറഞ്ഞു തരാം. ബാക്കി സബ് ഹേ അൺറൈറ്റിയസ് ജിസെ ഫായദ കോച്ച് ബി നഹീ. ബാക്കിയുള്ളതൊക്കെ അസത്യമാണ്, ഇതിൽ ഒരു നേട്ടം ഇല്ല. മാല കിസ്കെ സിമർത്തേ ഹെ കോച്ച് ബി പതാനെ. ആരുടെ മാലയാണ് ജപിക്കുക ഇത് കൂടി ആർക്കും അറിയില്ല. ബാബ കോ ഹി നഹി ജാനത്തെ ബാബ് കോ ദാക്കർ അപ്പന പരിചയ. ബാബയെ ആർക്കും അറിയില്ല,
ശിവബാബനെ ആർക്കറിയില്ല. അതുകൊണ്ട് ശിവബാബ തന്നെ വന്ന് സ്വന്തം പരിചയം നമുക്ക് തരുന്നു. ജ്ഞാനസേ സദ്ഗതി ഹോത്തേ ഹെ ആദാക്കൽപ് ജ്ഞാന ആദാക്കൽ ഭക്തി. ജ്ഞാനത്തിലൂടെ നമുക്ക് സദ്ഗതി കിട്ടും. അങ്ങനെ അരക്കൽപ്പം ഭക്തിയാണെങ്കിൽ അരക്കൽപ്പം ജ്ഞാനമാണ്. ഭക്തി ശുരു ഹോത്തേ ഹെ. ഭക്തി ആരംഭിക്കുന്നത് രാവണ രാജ്യസ്. ഭക്തി ആരംഭിക്കുന്നത് രാവണൻ്റെ രാജ്യത്തിൽ. ഭക്തി സി സീഡി ഉത്തർത്തെ ഉത്തർത്തെ തമോ പ്രധാൻ ബൻപെടുത്തെ. ഭക്തിയിലൂടെ ഞങ്ങൾ സീഡി ഇറങ്ങി, ഏണിപ്പടി ഇറങ്ങി 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 ഞങ്ങൾ തമോ പ്രധാനരായി. കിസ്കോ ബി അക്യുപ്പേഷൻ കോ ജാനത്തേനായി. ഭക്തി നമ്മൾ ചെയ്യുന്നു, പക്ഷെ ഒരാളുടെ ചരിത്രം നമുക്കറിയില്ല. അവരുടെ പദവി എന്താണ്, അവരുടെ ജീവിതകഥ നമുക്ക് ആർക്കും അറിയില്ല. ഭഗവാൻ കി കിത്തനി പൂജ കർത്തെ ജാനത്തെ കുച്ച് ഭി നഹീ. ഭഗവാനെ നമ്മൾ എത്ര പൂജിക്കുന്നു, എന്നാലും ഒന്നും അറിയില്ല. तो बाप समझाते इतना ऊंच पद पाने के लिए अपने को आत्मा समझना और बाप को याद करना. അതുകൊണ്ട് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, ഇത്രയും ഉയർന്ന പദവി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇസ്മേ മെഹനത്ത് ഹെ. ഇസ്മേ മെഹനത്ത്, ഇതിൽ ഇത്ര അധ്വാനമുണ്ട്. അഗർ കിസ്കി ബുദ്ധി മോട്ടി ഹെ തോ മോട്ടി ബുദ്ധി സെ യാദ് കരെ. ചിലരുടെ ബുദ്ധി മോട്ടി ബുദ്ധിനാണ് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് ബാബയെ ഓർമ്മിക്കുക. പരന്തു യാദ് ഏക് കോ ഹി കരെ. ബുദ്ധി എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവട്ടെ, അത് വലിയ സൂക്ഷ്മ ബുദ്ധിയാണോ അല്ലെങ്കിൽ മോട്ടി ബുദ്ധിയാണോ, പക്ഷെ ഓർമ്മിക്കേണ്ടത് നിങ്ങൾ ഒരു ബാബയെ മാത്രം. ഗാത്തേ ബി ഹേ ബാബ ആപ്പ് ആയെങ്കിൽ തോ ആപ് സേ ഹി ബുദ്ധിയോ ജോഡെങ്കിൽ. ഭക്തി നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ബാബ എപ്പോഴാണോ അങ്ങേ ഇവിടേക്ക് വരുന്നോ ഞാൻ അങ്ങേയായിട്ട് മാത്രം ബുദ്ധിയോഗ വയ്ക്കും. अब बाप भी आया है तो तुम सब किससे मिले आए. ഇപ്പോൾ ബാബ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെ കാണാനാ പോവാ? ജോ പ്രാൺദാൻ ദേത്തെ. ആരെ കാണാനാ പോവാ? ആരാണോ നമുക്ക് പ്രാണദാനം തന്നോ അവരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോവുക. ആത്മാക്കോ അമർലോകമേ ലേ ജാത്തേ. ബാബ നമ്മളെ അമരലോകത്തിലെ ആത്മാക്കളെ അമരലോകത്തിലേക്ക് കൊണ്ടുപോകും. ബാപ്പിനെ സംജായ കാൽ പർ ജീത് പെഹനാത്താ ഹോ തുംകോ അമർ ലോകമേ ലേ ജാത്ത. ബാബ പറയാണ്, ഞാൻ നിങ്ങളെ കാലത്തിൻ്റെ മേലെ വിജയിപ്പിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ അമരലോകത്തിലേക്ക് കൊണ്ടുപോകും. ദിക്കാത്തെ ഹെന അമർ കഥ പാർവതിക്കോ സുനായി. ഇങ്ങനെയാണ് കാണിക്കുക. അമരനാഥനാണ് അമരകഥ പാർവതിക്ക് കേൾപ്പിച്ചു. അബ് അമർനാഥ് തൊയക്കി ഹെ. അമർനാഥനോ ഒരാളേ ഉള്ളൂ. ഹിമാലയ പഹഡ് പർ ബൈട്ട് തോടെ ഹി കഥ സുനായെങ്കിൽ. കൈലാസപർവ്വതം, അതായത് ഹിമാലയ പർവ്വതത്തിൽ പോയിട്ട് ശിവൻ ഒരിക്കലും പാർവതിക്ക് കഥ കേൾപ്പിക്കില്ല. അതുകൊണ്ട് ബാബയുടെ ഞാൻ കഥ കേൾപ്പിക്കുന്നത് സംഗമയുഗത്തിലാണ്. ഭക്തി മാർഗി ഹർ ബാത്ത് മേ വണ്ടർ ലഗ്ത. ഇപ്പോൾ നമുക്ക് ഭക്തി മാർഗത്തിൻ്റെ ഓരോരോ കാര്യം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നണം. നമ്മൾ അവരുടെ കൂട്ടത്തിലായിരുന്നു, അത് ചെയ്തു. പക്ഷെ ഇപ്പോൾ വരുന്ന ഭക്തി മാർഗത്തിൻ്റെ ഓരോരോ കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്കതിൽ അത്ഭുതം തോന്നും. അച്ഛാ मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद पैर और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते नमस्ते. धारणा पॉइंट. योग बल से कर्म इंद्र जीत बन संपूर्ण पवित्र बनना. ഒന്നാമത്തെ പോയിന്റ്, യോഗശക്തിയിലൂടെ കർമ്മ ഇന്ദ്രിയങ്ങളെ ജയിച്ച് സമ്പൂർണ്ണ പവിത്രരാകണോ. യോഗശക്തിയിലൂടെ കർമ്മ ഇന്ദ്രിയങ്ങളെ ജയിച്ച് സമ്പൂർണ്ണ പവിത്രരാകണോ. इस अवस्था को पाने के लिए अपनी जांच करते रहना. ഈ അവസ്ഥയെ നേടാൻ വേണ്ടി അഥവാ ഈ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അവനവനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, സദാ ബുദ്ധി മേ യാദ് രഖന. രണ്ടാമത്തെ പോയിന്റ്, സദാ ബുദ്ധിയിൽ വെക്കണം. बुद्धि में याद रखना, बुद्धिയിൽ ഓർമ്മയിൽ വെക്കണം. कि हम ही ब्राह्मण सो देवता थे. അതായത്
ഞാൻ തന്നെ ബ്രാഹ്മണന് ദേവതയായിരുന്നു. അഫിർ ദേവത ബന്നേ കെ ലിയെ ആയേ ഹെ. ഇപ്പോൾ വീണ്ടും ഞാൻ ദേവതയാകാൻ വേണ്ടി വന്നിരിക്കുന്നു. इसलिए बहुत खबरदारी से पाप और पुण्य को समझकर लेन देन करनी है. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പാപം പുണ്യത്തിനെ മനസ്സിലാക്കി കൊടുക്കൽ വാങ്ങൽ ചെയ്യണം. वरदान. सर्व सत्ताओं को सहयोगी बनाए. प्रत्यक्षता का पर्दा खोलने वाले सच्चे सेवाधारी भव. सर्व अधिकारिകളെ സഹയോഗിയാക്കി പ്രത്യക്ഷതയുടെ പരദ തുറക്കുന്ന സത്യസേവാധാരിയായി ഭവിക്കട്ടെ. प्रत्यक्षता का पर्दा तब खुलेगा जब सब सत्ता वाले मिलकर कहेंगे ये श्रेष्ठ सत्ता है, ईश्वरीय सत्ता है, आध्यात्मिक सत्ता है, तो वही एक परमात्मा सत्ता है. പ്രത്യക്ഷതയുടെ പരത അപ്പോഴാണ് തുറക്കപ്പെടുക. സ്റ്റേജിൽ പ്രത്യക്ഷാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്ക്രീന് തുറക്കണം, പരത തുറക്കണം. പ്രത്യക്ഷതയുടെ പരത അപ്പോഴാണ് തുറക്കപ്പെടുക എപ്പോഴാണോ എല്ലാ അധികാരികളും എല്ലാ അധികാരവും ഒന്നായി പറയണോ, ഇത് ശ്രേഷ്ഠ അധികാരമാണ്, ഈശ്വരീയ അധികാരമാണ്, ആധ്യാത്മിക അധികാരമാണ്, ഇത് തന്നെയാണ് ഒരു പരമാത്മാവിൻ്റെ അധികാരം. सभी एक സ്റ്റേജ് पर इकट्ठे हो इसे സ്നേഹ മിലൻ करे. ഇങ്ങനെ എല്ലാവരും ഒരു സ്റ്റേജിൽ ഒരുമിച്ച് സ്നേഹമിലനം ചെയ്യണം. इसके लिए सबको स्नेह के सूत्र में बांधकर समीप लाओ. ഇതിനു വേണ്ടി എല്ലാവരെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിച്ച് സമീപത്തിലേക്ക് കൊണ്ടുവരണം. സഹയോഗി ബനാവോ, സഹയോഗികളാക്കുക. ये स्नेही चुंबक बनेगा. ഈ സ്നേഹ തന്നെ കാന്തായി മാറും. जो सब एक साथ संगठन रूप में बाप की സ്റ്റേജ് पर पहुंचेंगे. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സംഘടനയുടെ രൂപത്തിൽ ബാബയുടെ സ്റ്റേജിലേക്ക് എത്തും. तो अब अंतिम प्रत्यक्षता के हीरो पार्ट में निमित्त बनने की सेवा करो. അതുകൊണ്ട് ഇപ്പോൾ അവസാനത്തെ പ്രത്യക്ഷതയിൽ ഹീറോ പാർട്ടിൽ നിമിത്തരാകുന്ന സേവ ചെയ്യണം. प्रत्यक्षता के हीरो पार्ट में निमित्त बनने की सेवा करो. അവസാനത്തെ പ്രത്യക്ഷതയിൽ ഹീറോ പാർട്ടിൽ നിമിത്തരാകണം.
तब कहेंगे सच्चे सेवाधारी. അപ്പോഴാണ് സത്യമായ സേവാധാരി എന്ന് പറയാൻ സാധിക്കും. എന്ത് പറഞ്ഞു പ്രധാനത്തിൽ? സർവ അധികാരികളെ സഹയോഗിയാക്കി പ്രത്യക്ഷതയുടെ പർദ്ദ തുറക്കുന്ന സത്യസേവാധാരിയായി ഭവിക്കട്ടെ. പ്രത്യക്ഷതയുടെ പർദ്ദ അപ്പോഴാണ് തുറക്കപ്പെടുക, എപ്പോഴാണ് എല്ലാ അധികാരികളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഇതാണ് ശ്രേഷ്ഠമായിരിക്കുന്ന അധികാര, ഇത് തന്നെയാണ് ഈശ്വരി അധികാര, ഇത് തന്നെയാണ് ആധ്യാത്മിക അധികാര, ഇത് തന്നെയാണ് ഒരു പരമാത്മാവിൻ്റെ അധികാര. എല്ലാവരും ഒരു സ്റ്റേജിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള സ്നേഹമിലനം ചെയ്യണം. ഇതിനു വേണ്ടി എല്ലാവരെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിച്ച് സമീപത്തിലേക്ക് കൊണ്ടുവരണം, സഹയോഗിയാക്കണം. ഈ സ്നേഹ കാന്തമായി മാറും. അപ്പോഴാണ് എല്ലാവരും സംഘടന രൂപത്തിൽ ബാബയുടെ സ്റ്റേജിലേക്ക് എത്തും. അതുകൊണ്ട് ഇപ്പോൾ അവസാനത്തെ പ്രത്യക്ഷതയുടെ ഹീറോ പാർട്ടിൽ നിമിത്താകുന്ന സേവ ചെയ്യുമ്പോഴാണ് അവരെ സത്യസേവാധാരി എന്ന് പറയാം. स्लोगन सेवा द्वारा सर्व की दुआएं प्राप्त करना ये आगे बढ़ने की लिफ्ट है. സേവയിലൂടെ സർവരുടെ ആശീർവാദം നേടുക, ഇതാണ് മുന്നോട്ട് പോകാനുള്ള ലിഫ്റ്റ്. സേവയിൽ നമുക്ക് ആശീർവാദം കിട്ടും, ശാപം കിട്ടും. എങ്ങനെ ആശീർവാദം കിട്ടുക, എങ്ങനെ ശാപം കിട്ടുക? രണ്ട് കിട്ടും. നമ്മൾ ചെയ്യുന്നത് സേവയാണ്, പക്ഷെ അതിൽ ചിലപ്പോഴത് ശാപ്പായി മാറും, ചിലപ്പോഴത് ആശീർവാദമായി മാറും. എങ്ങനെ ശാപ്പാവാം? ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ ഹാജി പറഞ്ഞ ഉടനെ ചെയ്യുന്ന അത് ബ്ലെസ്സിങ് ആയി. അപ്പോൾ അതിന് വിരുദ്ധമായി നമ്മൾ ചെയ്താൽ അത് ശാപ്പായി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സേവ ചെയ്യുമ്പോൾ എപ്പോഴും ഹാജി ബാബ എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിക്കണം. അതിനപ്പുറം ഒരു വാക്ക് അങ്ങോട്ട് പോയാൽ നമുക്കത് ശാപ്പായി മാറും. അത് അറിയാതെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ശാപം കിട്ടുന്നതും ബ്ലെസ്സിങ്സ് കിട്ടുന്നതും അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മം. ഇന്നത്തെ അവ്യക്ത ഇഷാര 29. सदा उमंग उत्साह में रहना अर्थात अपने श्रेष्ठ शान व सुमान में रहना. സദാ ഉന്മേഷ ഉത്സാഹത്തിലിരിക്കുക എന്നാൽ അർത്ഥം നമ്മുടെ ശ്രേഷ്ഠമായിരിക്കുന്ന പദവി അഥവാ സമാനത്തിലിരിക്കുക. सदा इसी नशे में रहो कि हम सदा खुश रहने वाले और दूसरों को खुशी बांटने वाला दाता के बच्चे सदा देने वाले लेने वाले नहीं हैं. അതുകൊണ്ട് സദാ ഈ പദവിയിലിരിക്കണം. ഞാൻ സദാ സന്തോഷത്തിലിരിക്കുന്ന മറ്റുള്ളവർക്ക് സദാ സന്തോഷം വിതരണം ചെയ്യുന്ന ദാതാവിൻ്റെ കുട്ടിയാണ്. സദാ ദേനെ വാലേ ഹേ ലേനെ വാല നഹി. സദാ കൊടുക്കുന്നവനാണ്, എടുക്കുന്നവനല്ല. എല്ലാവർക്കും ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഓം ശാന്തി. प्यारे बाबा आपसे शिव का मिला जो प्यार है, आपका आभार है, हम पर किया उपकार है. आपका आभार है, आपका आभार है. प्यारे बाबा आपसे
आपका आभार है, आपका आभार है। मेरा जीवन तेरे हवाले, ओ मेरे भगवान। अब तुम ही इसके रखवाले, ओ मेरे भगवान। अब तुम ही इसके रखवाले, ओ मेरे भगवान। मेरा जीवन तेरे हवाले, ओ मेरे भगवान। अब तुम ही इसके रखवाले, ओ मेरे भगवान। अब तुम ही इसके रखवाले, ओ मेरे भगवान। यहाँ वहाँ हम भटक रहे थे, पाने की चाहत में। यहाँ वहाँ हम भटक रहे थे, पाने की चाहत में। मिलोगे तुम ऐसे रूप में, सोचा ना था मन में। अब इस जीवन को न भूलें, अब इस जीवन को न भूलें। ऐसा दो वरदान, अब तुम ही इसके रखवाले, ओ मेरे भगवान। अब तुम ही इसके रखवाले, ओ मेरे भगवान।
अमृत वेले हमें जगाकर ऊंचा भाग्य बनाया। तेरी राहों पर चलकर हम, तेरी राहों पर चलकर तेरे लिए ही छोड़ दिए दुनिया, तेरे लिए ही घर आती अखियाँ, तेरे लिए ही छोड़ दिए दुनिया, तेरे लिए ही घर आती अखियाँ। ओ मेरे बाबा, 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 ओ मेरे बाबा। ओ मेरा सब कुछ बाबा तेरे लिए है, मेरे दिल दर्पण में तू ही तू है। ओ मेरे बाबा, 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 ओ मेरे बाबा। तेरे लिए ही छोड़ दिए दुनिया, तेरे लिए ही घर आती अखियाँ, तेरे लिए ही छोड़ दिए दुनिया, तेरे लिए ही घर आती अखियाँ। मेरा तो साथी है तू, मेरा तो राथी है तू, मेरा तो सुख भी है तू, मेरा आखिर भी है तू, मेरे तो सांसों में है तू।